എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി മമതാ ബാനർജി വാദിക്കുന്നത് വെച്ചാൽ മമതാ ബാനർജി ഒരു മികച്ച അഭിഭാഷകയായതുകൊണ്ടല്ല, ഞാൻ അതിൻ്റെ മുൻപന്തിയിലുണ്ട്, ഞാൻ ജനങ്ങളോടൊപ്പമുണ്ട്, വോട്ട് വെട്ടിമാറ്റപ്പെട്ടവരോടൊപ്പമുണ്ടെന്ന് ജനങ്ങളെ കാണിക്കാനും ഈ വിഷയം എത്രമാത്രം ദേശീയ പ്രാധാന്യമുള്ളതാണെന്ന് ഇന്ത്യ മൊത്തം അറിയിക്കാനും കൂടിയാണ് അവർ അതിനുവേണ്ടി ഹാജരാകുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് വരും, കേരളത്തിൽ അത്രമാത്രം ആശങ്കാകുലരാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ അതിൻ്റെ തിരക്കിലായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ഇപ്പോഴും അത് കീഴേ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവട്ടെ CPM-ൻ്റെ ആവട്ടെ പാർട്ടി പ്രവർത്തകരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ്. ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ BLOമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട BLOമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്കണവാടി ടീച്ചർമാർ ഉൾപ്പെടെ ഈ BLOമാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അങ്കണവാടി ടീച്ചർക്ക് എത്രമാത്രം സാങ്കേതിക പരിജ്ഞാനമുണ്ട്, ഈ പരിശീലനം നൽകിയാൽ പോലും എത്രമാത്രം സാങ്കേതിക പരിജ്ഞാനം ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. ഞാനത് വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ ഫോം ഫില്ല് ചെയ്യാൻ നമ്മളോട് തന്നെ അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ്. ഒന്ന്, വ്യക്തിപരമായിട്ട് ഇത്രയും വലിയ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. മറ്റൊന്ന്, അതിനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ല, മറ്റാരെങ്കിലും കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഈ BLOമാരെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടത്ര സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ആരോടാണ് അവർ ചോദിക്കുക? ഇപ്പോൾ ജില്ലാ കളക്ടറാണ് വരണാധികാരി. ജില്ലാ കളക്ടറോട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടികൾ തൃശ്ശൂരിൻ്റെ അനുഭവത്തിൽ നിന്ന് VS സുനിൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള മറുപടികളാണ് അവർക്ക് കിട്ടുക. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നിസ്സഹായരായി നോക്കുകയാണ്, എന്തൊക്കെയോ നടക്കുകയാണ്. ഇനി ഫൈനൽ ലിസ്റ്റ്, അന്തിമ പട്ടിക വരും, സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്ന് അന്തിമ പട്ടിക വന്നു കഴിയുമ്പോൾ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും.